അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളത് മന്ത്രി MP രാജേഷും അളിയനും കൂടിയാണ്. അവർ മൂന്നുപേരും കൂടിയാണ് ഇവിടെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത്. ആ നാടകങ്ങളെല്ലാം ചീറ്റിപ്പോയി. 7 നിലയിൽ പൊട്ടി, എല്ലാ സാധനവും പോയി. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പം അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യത്തിലാണ് അവസാനം ആരുടെ നെഞ്ചത്തോട്ട് കയറി. ഇതിൽ ഇപിയുടെ എഴുതാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിന്റെ തിരക്കഥ എന്നൊക്കെയാണ് സ്ഥാനാർത്ഥി സരിൻ പറയുന്നത്. വല്ല കൊള്ളാവുന്ന മുതിർന്ന CPM നേതാക്കൾ വല്ല കാര്യം ആരോപണം ഉന്നയിച്ചാൽ ഞാൻ മറുപടി പറയാം. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ CPM അനുഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇത് ഇപി വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഗതം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മളതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അങ്ങനെ പറയാം. അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയല്ലേ. ആ